മാതാപിതാക്കളുടെ ഈ ജന്മം തന്നതിന് നന്ദി സൂചകമായി അവർക്ക് അടുത്ത ജന്മം മേടിച്ചു കൊടുക്കുകയോ മോക്ഷം മേടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുന്നത്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാ അച്ഛനും നിന്നും അമ്മയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്ദി സൂചകമായി അവർക്ക് വർഷത്തിലൊരിക്കൽ അമാവാസ്യ ദിനത്തിൽ തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കും എന്നുള്ളതാണ് ഐതിഹ്യവും പുരാണവും പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിതൃകർമ്മം ചെയ്യുന്നത്. ദക്ഷിണായനമാണ് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിന് ഏറ്റവും ശുഭകരമായ സമയം. ആ ദക്ഷിണായനത്തിലെ അമാവാസ്യ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമാണ് പിതൃക്കളെ സംബന്ധിച്ച്. ആ ദിവസം ബലിയിട്ട് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. പിതൃപരമ്പരകൾക്കെല്ലാം മോക്ഷം കിട്ടും. മാതാമഹ പിതൃപിതാമഹ എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അമാവാസ്യ ദിനത്തിൽ ശ്രാദ്ധം നടത്തുന്നത്. പുംനരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാരോ അവനാണ് പുത്രൻ. പുത്രിയും അതുപോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് ബലിയിടാൻ പാടില്ലായികയില്ല, ഇടാം. പുരുഷന്മാരും ചെയ്യണം. മക്കളോ മക്കളുടെ സ്ഥാനീയരോ രക്തബന്ധത്തിൽപ്പെട്ട ഇളയ ആളുകളോ ആ സ്ഥാനം വഹിക്കുന്നവർക്കോ പിതൃകർമ്മം ചെയ്യാം. അത് ശ്രേയസ്കരമായിരിക്കും. ദത്തുപുത്രന്മാർക്ക് ചെയ്യാം, അതേപോലെ അനന്തരവർക്ക് ചെയ്യാം. 3 പുത്രോ പൗത്രോ പ്രപൗത്രോ 3 തലമുറയിൽപ്പെട്ട ആർക്ക് വേണേൽ ബലിയിടാം. ആ സ്ഥാനീയർക്കും ബലിയിടാവുന്നതാണ്. 2 അയനങ്ങളാണുള്ളത്, ഉത്തരായനവും ദക്ഷിണായനവും. ഉത്തരായനം ഈശ്വരകർമ്മങ്ങൾക്കും ദക്ഷിണായനം പിതൃകർമ്മങ്ങൾക്കും ശ്രേഷ്ഠമാണെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലെ അമാവാസി. അതുകൊണ്ടാണ് ആ കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ഇത്ര പ്രാധാന്യം വരാൻ കാരണം. ഒരാൾ പിതൃകർമ്മം ചെയ്താൽ അയാളുടെ മുൻ തലമുറയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും, പിൻതലമുറയിലേക്കും അതിൻ്റെ ഗുണം കിട്ടും. ഏറ്റവും പ്രധാനം വീട്ടിൽ ബലിയിടുന്നതിനാണ്. ഇല്ലം വല്ലം നെല്ലി എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനം അവനവൻ്റെ ഗൃഹം തന്നെയാണ് ബലിയിടുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. പിന്നെ വല്ലം എന്ന് വെച്ചാൽ തിരുവല്ലമാണ്, നെല്ലി എന്ന് വെച്ചാൽ തിരുനെല്ലി. ഇത് 3ഉമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പിതൃകർമ്മ സ്ഥാനങ്ങൾ. ബാക്കിയുണ്ട് ആലുവായും നാവായും വർക്കലയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ പിതൃമോക്ഷത്തിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലായിടത്തും കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ്.